സ്ഥാനാർത്ഥികൾ മാനം മുട്ടെ ഉയരുന്നത് കണ്ട ആവേശകരമായ കലാശക്കൊട്ടിനൊടുവിൽ കേരളം നാളെ വിധി എഴുതും. 20 മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളും അണികളും ഇന്ന് നിശബ്ദ പ്രചരണത്തിലാണ് ഉണ്ടാവുക. പോളിംഗ് സാമഗ്രികളുടെ വിതരണം നാളെ രാവിലെ ആരംഭിക്കും. 1 മാസത്തോളം നീണ്ടുനിന്ന പ്രചരണത്തിന് ശേഷമാണ് പരസ്യ പ്രചരണം അവസാനിച്ചത്. ഇനിയുള്ള 24 മണിക്കൂറുകൾ നിശബ്ദ പ്രചരണത്തിലൂടെ തരംഗം സൃഷ്ടിക്കാമെന്നുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതീക്ഷകളാണ്. പ്രചാരണ കോലാഹലങ്ങൾ ഇല്ലാതെ സ്ഥാനാർത്ഥികൾ വീട് വീടാന്തരം കയറി വോട്ട് അഭ്യർത്ഥിക്കുന്ന മണിക്കൂറുകളാണ് ഇനി. പോളിംഗ് സാമഗ്രികളുടെ വിതരണം രാവിലെ ആരംഭിക്കും. 20 ലോക്സഭാ മണ്ഡലങ്ങളിലും ഇതിനായി പ്രത്യേകം ക്രമീകരണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. കള്ളവോട്ട് തടയാനുള്ള പ്രത്യേക സംവിധാനവും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇത്തവണ ഒരുക്കിയിട്ടുണ്ട്. 40 ദിവസം നീണ്ട പരസ്യ പ്രചരണത്തിന് ശേഷമാണ് സംസ്ഥാനം നിശബ്ദ പ്രചരണത്തിന്റെ മണിക്കൂറുകളിലേക്ക് കടക്കുന്നത്. അവസാന മണിക്കൂറുകളിലും പരമാവധി വോട്ട് സ്വന്തമാക്കാനുള്ള കരുനീക്കങ്ങളിലാണ് മുന്നണികളിലും സ്ഥാനാർത്ഥികളും. വോട്ടർമാർക്ക് ആലോചിച്ച് തീരുമാനമെടുക്കാനുള്ള ദിവസം കൂടിയാണ് ഇന്ന്. അടിയൊഴുക്കുകൾക്ക് തടയിടാനുള്ള അവസാന നീക്കമാണ് മുന്നണികൾ നടത്തുക. സംസ്ഥാനത്ത് 20 മണ്ഡലങ്ങളിലായി 194 സ്ഥാനാർത്ഥികളാണ് മത്സര രംഗത്തുള്ളത്. 25,231 ബൂത്തുകളിലായി വോട്ട് രേഖപ്പെടുത്താൻ 2.77 കോടി വോട്ടർമാരാണുള്ളത്. തെരഞ്ഞെടുപ്പിനുള്ള പോളിംഗ് സാമഗ്രികളുടെ വിതരണം രാവിലെ 8 മണി മുതൽ ആരംഭിക്കും. നാളെ രാവിലെ 7 മണി മുതൽ വൈകിട്ട് 6 വരെയാണ് വോട്ടെടുപ്പ്. സംഘർഷ സാധ്യത കണക്കിലെടുത്ത് തിരുവനന്തപുരം, പത്തനംതിട്ട, തൃശൂർ, കാസർഗോഡ് എന്നീ ജില്ലകളിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു. സുരക്ഷയൊരുക്കാൻ 66.303 പോലീസുകാരെയും അധിക സുരക്ഷയ്ക്ക് 62 കമ്പനി കേന്ദ്രസേനയെയും നിയോഗിച്ചിട്ടുണ്ട്. തിരഞ്ഞെടുപ്പ് ഡ്യൂട്ടിയിലുള്ള ഉദ്യോഗസ്ഥർക്ക് ഇന്നുകൂടി പോസ്റ്റൽ വോട്ട് ചെയ്യാനാകും. ഇതിനായി വോട്ടിംഗ് കേന്ദ്രങ്ങൾ ഇന്നും കൂടി പ്രവർത്തിക്കും. ജൂൺ 4-നാണ് വോട്ടെണ്ണൽ. 2ാം ഘട്ടത്തിൽ രാജ്യത്ത് 88 മണ്ഡലങ്ങളിലാണ് വിധി എഴുതുന്നത്. കേരളത്തിന് പുറമെ 12 സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും നാളെ വോട്ടെടുപ്പ് നടക്കും. യുപിയിലെ കനൌജിൽ നിന്ന് മത്സരിക്കുമെന്ന് ഇന്നലെ പ്രഖ്യാപിച്ച സമാജ്വാദി പാർട്ടി നേതാവ് അഖിലേഷ് യാദവ് ഇന്ന് പത്രിക സമർപ്പിക്കും. ഉച്ചയ്ക്ക് 12 മണിക്കാണ് അഖിലേഷ് പത്രിക സമർപ്പിക്കുക. വോട്ടെടുപ്പ് നടക്കാനിരിക്കെ മണിപ്പൂരിൽ സംഘർഷം കണക്കിലെടുത്ത് അതീവ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിദ്വേഷ പ്രസംഗങ്ങൾക്കെതിരെ LDFും UDFും അവസാന മണിക്കൂറുകളിൽ മത്സരിച്ച് ശബ്ദമുയർത്തി. കോൺഗ്രസിനെതിരെ നടത്തിയ ആ പ്രസംഗത്തെ ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായതുകൊണ്ട് തന്നെ ഇടതുമുന്നണിക്കും അപലപിക്കേണ്ടി വന്നു. കോൺഗ്രസിനെതിരെ മോദി തീതുപ്പുന്നത് കേരളത്തിൽ UDFന് അനുകൂലമുണ്ടാക്കുമോ എന്ന ഭയാശങ്കയിലാണ് LDF. ന്യൂനപക്ഷ വോട്ട് നിർണായകമായ കേരളത്തിൽ പ്രധാനമന്ത്രിയുടെ ആ പ്രസംഗം NDA ക്യാമ്പുകളിൽ അങ്കലാപ്പ് വിതച്ചു. അനുകൂല ദേശീയ രാഷ്ട്രീയ സാഹചര്യവും സംസ്ഥാന സർക്കാരിനെതിരെ ഉണ്ടെന്നു കരുതുന്ന എതിർ വികാരവും ആധികാരിക വിജയം സമ്മാനിക്കുമെന്ന ആത്മവിശ്വാസത്തിലാണ് UDF. ഇന്ത്യ സഖ്യത്തിൽ ഒരുമിച്ചാണെങ്കിലും പാർലമെന്റിൽ ഇടത് ശബ്ദം ഉയരണമെന്ന വികാരം കേരളത്തിലാകെ പ്രകടമാണെന്ന വിശ്വാസത്തിലാണ് ഇടതുമുന്നണി. മോദിക്ക് ഭരണ തുടർച്ച ഉണ്ടാകുമെന്നും അപ്പോൾ കൂടെ നിൽക്കുന്നത് കേരളത്തിന് ഗുണം ചെയ്യുമെന്നുമുള്ള വാദമാണ് BJPയുടെ തുറുപ്പുചീട്ട്. 20-ൽ 20 എന്ന സ്വപ്ന നേട്ടം അകലെ അല്ലെന്ന വിലയിരുത്തലിലാണ് അവസാന ലാപ്പിലും UDF. ഉറപ്പായും ജയിക്കുമെന്ന 10 സീറ്റുകൾ മുൻകൂട്ടി പറയാൻ കഴിയുമെന്നും LDFന് ഒന്നെങ്കിലും അങ്ങനെ പറയാൻ കഴിയുമോ എന്നും കോൺഗ്രസ് ചോദിച്ചു. 15 സീറ്റുകളിൽ അവർ മേൽക്കൈ അവകാശപ്പെടുന്നു. ബാക്കി 5 സീറ്റുകളിൽ മത്സരമുണ്ടെങ്കിലും വിജയ സാധ്യതയാണുള്ളത്. 20 വർഷം മുമ്പ് 18 സീറ്റുകളിൽ നേടിയ വിജയം ഓർമ്മിപ്പിക്കുന്ന LDF നേതാക്കൾ പുറമെ 20ഇടത്തും പ്രതീക്ഷയുണ്ടെന്ന അവകാശവാദത്തിലാണ്. 4 മുതൽ 6 സീറ്റ് വരെയാണ് അവരുടെ യഥാർത്ഥ പ്രതീക്ഷ. സർക്കാർ വിരുദ്ധ വികാരം വിനയാകാതിരിക്കുകയും ന്യൂനപക്ഷ വോട്ടിൽ ഗണ്യമായ വിഹിതം കിട്ടുകയും ചെയ്താൽ 10 കടക്കാമെന്നും കണക്കുകൂട്ടലുണ്ട്. തിരുവനന്തപുരം, തൃശൂർ മണ്ഡലങ്ങളിൽ നടക്കുന്ന ശക്തമായ ത്രികോണ മത്സരങ്ങളിലാണ് BJP പ്രതീക്ഷ വെക്കുന്നത്.